5 തവണ നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മർമ്മം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള റൂട്ട് സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ. അതേതാണ്? അതാണ് പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ നടത്തിത്തരണം അല്ലാഹ്. ഏതാണ് നേരായ ചൊവ്വായ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗം. ഇവിടെ തന്നെ നമുക്ക് കല്ലും നെല്ലൊന്നും തിരിയും. കാരണം പലരും പറയുന്നത് ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കണം. സുന്നികളൊക്കെ മഹാന്മാർ, ഹോജാക്കന്മാർ, താബിഈങ്ങൾ, പാരമ്പര്യം എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്. ഈ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കാത്തവരാരാ? ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഖുർആൻ സുന്നത്തും ഞങ്ങൾ ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നു. എന്തേ? ഖുർആൻ സമझने के लिए कोई मुफस्सिर को हाजत नहीं है लेकिन कारा दर्जा का प्रोफेसर काफी है. ഞങ്ങൾ നേർക്ക് നേരെ ഖുർആൻ നോക്കിയിട്ട് നേർക്ക് നേരെ വ്യാഖ്യാനിക്കുന്നവരാണ്. അതാണ് അബുൽ മൗദൂദിയുടെ മാതൃക. അതുകൊണ്ടാണ് ഉസൂലി ജംഹൂരി पर बनी है इसलिए उनकी रुकनीयत हराम है और वोट देना भी हराम है. ഒരു കാലത്ത് മെമ്പറാകൽ മാത്രമല്ല, മത്സരിക്കൽ മാത്രമല്ല, വോട്ട് ചെയ്യൽ പോലും നിഷിദ്ധമായിരുന്നു എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന മദ്ഹബ്. ഇപ്പൊ പറയുന്നത് അത് മണ്ഡലങ്ങൾ മാറി, സ്ഥാനാർത്ഥികൾ വ്യത്യാസമായി, പിന്തുണ കൊടുക്കൽ ഹലാൽ ഹേ എന്നാണ്. ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നു. തബ്ലീഗ് ജമാഅത്തിനാളുകൾ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ഈ ആയത്ത് ഓതിയതിനെ ഞങ്ങളെ പറ്റിയിട്ടാണ്. അവരെ വ്യാഖ്യാനം അങ്ങനെ പോണത്. അഖിമിസ്വലാത്ത തോർഫയില്ലാരും സുലഫം മിനല്ലൈലി, ശേഖലൂർ പോയിട്ട് വന്ന ആയത്താണ്. വെറുതെ 5 വഖത്ത് നിസ്കരിച്ചിട്ട് സുബൈക്കൊന്നും ഉറങ്ങിയും കൂടി ചെയ്യാതെ വിഷമിക്കണം എന്തിനാ? പക്ഷെ എന്നെ പോലത്തെ ആളുകളൊക്കെ അതാ എങ്ങനെ വാർന്ന് അവസാനിപ്പിച്ച് 10:30 നിർത്തിയാലും ഭക്ഷണം കഴിച്ച് ഒന്ന് നിസ്കരിച്ച് ദ്വാരനൊക്കെ വീട്ടിൽ എത്തുമ്പോഴേക്ക് 3 മണിയാണ്. എന്തായാലും 5:30 എഴുന്നേൽക്കണ്ടേ? ഇല്ലെങ്കിൽ സുബൈക്ക് ആദായിട്ട് കിട്ടില്ലല്ലോ, ആകെ 2 മണിക്കൂർ. അങ്ങനെ ഇടങ്ങേറാവണ്ട. അലാത്തൂൽ മുബാരാത്ത് മുറിയാത്ത ഉറക്കം ഉറങ്ങി പിന്നെ എഴുന്നേറ്റൊക്കെ നിസ്കരിച്ചാൽ മതി എന്നാ ആയത്തൂതിയിട്ട പറയുന്നത്. ഫാദർ അലവി ക്രിസ്തുമത ശരിയാ സമർത്ഥിച്ചത് ആയത്തുകൊണ്ടാണ്. എല്ലാവരും ആയത്തോതിയിട്ട് വരുമ്പോ ഇനി എന്തു ചെയ്യും? അപ്പൊ ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കാന്ന് പറഞ്ഞതിന്റെ പുറകിൽ പോയാൽ, തിരുസുന്നത്തും പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും എന്ന് പറഞ്ഞതിന്റെ പുറകിൽ പോയാൽ ഇതിന്റെ പുറകിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ ഒരു ദിവസം സുന്നി, പിറ്റേ ദിവസം ആയത്തോതി, ഓ ശരിയാ മുജാഹിദ് പറഞ്ഞെടുത്ത് കാര്യമുണ്ട്, തീവ്രവാദി മുജാഹിദ്. 2ാമത്തെ ദിവസം നോക്കുമ്പോൾ അതിനെ എതിർക്കുന്ന മടവൂർ മുജാഹിദ്. 3ാമത്തെ ദിവസം ജമാഅത്ത്. 4 ഇങ്ങനെ പോയി അവസാനം പിന്നെ കേബേജ് തോല് ഒളിച്ചതുപോലെ ഉണ്ടാവുക. കേബേജ് തോല് ഒളിച്ചാൽ പിന്നെന്താ കഴമ്പുണ്ടാവുമോ? അത് മുഴുവൻ അങ്ങനെയല്ലേ? എവിടെ ഇല്ലാതെ തീരൂലേ? എങ്കിൽ അവിടെ രക്ഷയുടെ മാർഗം, സുഖലോക സ്വർഗത്തിലെത്താൻ മാർഗം, ഒരു നല്ല റൂട്ട് ഏതാ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞ മഹാരഥന്മാർ, മഹാന്മാർ, മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തു തരണം അല്ലാഹ്. അവിടെയാണ് സുന്നികൾ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് മഹാരഥന്മാരെ വിട്ടിട്ടുള്ള കളിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ആശയങ്ങൾക്കൊക്കെ, ഇതുവരെ പറഞ്ഞ ആശയങ്ങൾക്കൊക്കെ ഖുർആനും സുന്നത്തും മറ്റും തെളിവ് പറയുന്നതോടൊപ്പം ആ ഖുർആൻ സുന്നത്തിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പണ്ഡിതന്മാർ എഴുതിവെച്ച ഉദ്ധരണികൾക്കൊപ്പം അവരുടെ ചരിത്രങ്ങൾ തെളിവായി പറഞ്ഞു തന്ന ഉസ്താദുമാരെ ഫോളോ ചെയ്തുകൊണ്ടാണ് അബ്ദുർ റഷീദ് സഖാഫി പ്രസംഗിക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം വകയിൽ കൂട്ടിയതോ, ഞാൻ സ്വന്തം ഒരു മതം ഉണ്ടാക്കിയതോ, സ്വന്തം ആശയത്തിലേക്ക് വന്നതോ അല്ല. എനിക്കിപ്പോൾ പ്രസംഗിക്കാനുള്ള ആശയം ഒരു 20 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം പി.കെ. എംബാക്കവി അന്തോണ, അള്ളാഹു ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് പ്രസംഗിച്ച അതേ ആശയങ്ങളാണ്. അന്തോണ ഉസ്താദ് പ്രസംഗിച്ചിരുന്നതോ അതിന്റെയും ഒരു 20 കൊല്ലം മുമ്പ് കമറുലമ കാന്തവരം ഉസ്താദ് തൗവറല്ലാഹു ഉംറഹുമാ സിഗത്തുല്ലാഫിയ ഉസ്താദ് പ്രസംഗിച്ച അതേ ആശയം. ആ ഉസ്താദ് പറഞ്ഞതോ അതിന്റെയും 30 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ പഠിപ്പിച്ച ആശയങ്ങളാണ്.
പോക്കർട്ടി ഉസ്താദ് പഠിപ്പിച്ച ആശയങ്ങളാണ്, ഫലുഫരി പഠിപ്പിച്ച ആശയങ്ങളാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി താനൂര് പഠിപ്പിച്ച ആശയങ്ങളാണ്, ഔക്കോയ മുസ്ലിയാർ പരപ്പരങ്ങാടി പഠിപ്പിച്ച ആശയമാണ്. അതിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിയങ്കോട് ഉമറക്കാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച ആശയമാണ്. മുത്തനബിയുടെ മക്ബറയിൽ ചെന്ന് നേർക്കുനേരെ ഇസ്തിയാസ നടത്തിയതും റസൂലുള്ളാഹിനെ വിളിച്ച് മൗലിദ് ഓതിയതും ഇരുമ്പിന്റെ പൂട്ട് തുറപ്പിച്ചതും അത്ഭുതങ്ങൾ കാണിച്ചതും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ജയിലിന്റെ ഉള്ളിലിട്ട് പൂട്ടിയതും കാലത്ത് 8 മണിക്ക് ആളെ കാണാതെയായതും ഒരു ദ്വാരം പോലും ഉണ്ടാക്കാതെ ചാവക്കാട് പള്ളിയിൽ നിസ്കാരത്തിനെത്തിയതും ഈ ഉമറക്കാലിക്ക് അതിന്റെ പതിറ്റാണ്ടുകൾക്കുമുള്ള മമ്മിക്കുട്ടിക്കാലിയുടെയും മഖ്ദൂമാരുടെയും പാരമ്പര്യം. മഖ്ദൂമാർക്ക് ഇബ്നു ഹൈതമിയുടെ പാരമ്പര്യമാണ്, അദ്ദേഹത്തിന് സക്കീൽ അൻസാരിയുടെ പാരമ്പര്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒസാരി ഇമാം ഹറമൈനിയുടെ പാരമ്പര്യമാണ്. ഒന്നുകൂടി പോയാൽ പിന്നെ നബി ഇമാമിന്റെയും പിന്നെ റാഫിയുടെയും പാരമ്പര്യമാണ്. ഒന്നുകൂടെ റബീഉൽ മുറാദിയുടെയും ഷാഫി ഇമാമിന്റെയും പാരമ്പര്യമാണ്. മാലിക് ഇമാമിന്റെയും നാഫിന്റെയും പാരമ്പര്യമാണ്. മുത്തബിഉസുന്ന ഇബ്നു ഉമറിന്റെയും മുത്ത് നബിയുടെയും പാരമ്പര്യമാണ്. ഇത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ എണ്ണിയാൽ കറക്റ്റ് 44ാമത്തെ ഗുരുവായിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. എന്തുകൊണ്ട്? അവർ കാണിച്ചു തന്നത് ഒരുപക്ഷെ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അതിനോട് എതിരാകാത്ത രീതിയിൽ കാലികമായി ബാഹ്യമായ മാറ്റം വരുത്തിയത്. അത് മരിച്ച വീട്ടിൽ മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ദാനം കൊടുക്കൽ, ഭക്ഷണമോ വെള്ളമോ എന്തോ ആകട്ടെ കൊടുത്തു എന്ന് നബി തങ്ങൾ കൽപ്പിച്ചാൽ പിന്നെ ആ കൊടുക്കുന്നത് ഇന്നത്തെ ചുറ്റുപാട് പ്രകാരം ബിരിയാണി ആക്കിയിട്ടുണ്ടാവും, നെയ്ച്ചോറും പോത്തിറച്ചിയോ ആട്ടിറച്ചിയോ ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പച്ച വെള്ളത്തിന് തന്നെ വിലയുള്ളന്ന് വെള്ളം കൊടുത്തത് ലേശം ഡ്രിങ്ക് ഒഴിച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ഷുഗർ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതേ ഉള്ളൂ. നബി തങ്ങളുടെ മദ്ഹ് സ്വഹാബത്ത് ഇരുന്നു കൊണ്ട് കിട്ടുന്നത് ബൈഹാട്ടാക്കി വെച്ചത് ആലാപനം ചെയ്തത് നമ്മൾ അത്രത്തോളം പുരോഗതി ഇല്ലാത്തവരായതുകൊണ്ട് ആരോ എഴുതി വെച്ച ഗാനങ്ങൾ ആലപിച്ചത് നോക്കിയായിട്ടുണ്ടാകണം. അത്രേ ഉള്ളൂ. അടിസ്ഥാനപരമായി അറബിയിൽ നബി തങ്ങളുമാണ് നടത്തിയ ഖുതുബ നേരെ ഭാഷ മാറ്റി മലയാളത്തിൽ അത് നമ്മളാക്കിയിട്ടില്ല. നബിയിൽ നിന്ന് ഇസ്ലാം നേരെ പഠിച്ച സ്വഭാവത്ത് ഒരൊറ്റ പെണ്ണിനെയും ഒരു ഡസൻ പള്ളി ഉണ്ടാക്കിയിട്ട് സേമ്പിളിന് പോലും കയറ്റാത്തത് അത് നമ്മൾ കേറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കി കാണിച്ചു തന്ന ജുമയുടെ 2 ബാങ്ക് ഒറ്റയടിക്ക് സിംഗിളാക്കാൻ അത്ര ധൈര്യം നമ്മൾ കാണിക്കൂല. മദീനത്തും മക്കയിലും പള്ളിയിൽ ലക്ഷക്കണക്കിന് സ്വഭാവത്ത് 20 റക്അത്ത് നിസ്കരിച്ച തറാവീഹ് ധൈര്യസമേതം ഒറ്റടിക്ക് 8 ആക്കിയിട്ട് ഇത്രമാത്രം ഒരു വിലയിടിവ് അത് നമ്മൾ ചെയ്യൂല. അങ്ങനെ തുടങ്ങി മഹാരഥന്മാരാകുന്ന ആളുകൾ അവർ കാണിച്ചു തന്ന റൂട്ടിലൂടെ വിശ്വാസക്കർമ്മ ആചാര അനുഷ്ഠാന രംഗത്ത് കഴിവതും വേഷവിധാനങ്ങളും സംസ്കാരങ്ങളും അടക്കം ആ പഞ്ചത്വം യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി നിലനിർത്താനർത്ഥം. അത് നിലനിർത്തുന്നിടത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ബാക്കിയുള്ളവരോ മഹാന്മാരെ മുഴുവനും തള്ളിയവരാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ അവർ ധാർമ്മികമായി അർഹത നഷ്ടപ്പെട്ടവരാണ്.